voice of marketing, in touch with positive people. ഒരു റീറ്റെയിൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് വരാത്തത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ശരിയാണോ? അത്യാവശ്യം ബിസിനസ്സുകളൊക്കെ നടക്കുന്ന ഷോപ്പുകളാണെങ്കിൽ പോലും കൃത്യമായി മാർക്കറ്റിൽ നിന്നും ഫണ്ട് കിട്ടാതെ ക്യാഷ് ഇൻഫ്ലോ വരാത്തത് വലിയ പ്രതിസന്ധിയിലാകും. ഒരു സാധാരണ റീറ്റെയിൽ ഷോപ്പുകാരൻ ഒരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു ചെറിയ വരുമാനം, ജീവിക്കാനുള്ള ഒരു മാർഗം, ആ ഒരു കൺസെപ്റ്റിലായിരിക്കും ഒരു റീറ്റെയിൽ ഷോപ്പ് ആദ്യം തുടങ്ങുന്നത്. പക്ഷേ തൊട്ടടുത്തുള്ളവർ, സുഹൃത്തുക്കൾ, അയൽക്കാർ, ഇങ്ങനെ കുറേ ആളുകൾ 10 ദിവസം കഴിഞ്ഞിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് പൈസ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ആ പാവം അങ്ങനെ വലിയ കെണിയിലാകും. അങ്ങനെ പൈസ തിരിച്ച് കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? കമ്പനിക്ക് പേയ്മെൻറ്റ് കൊടുക്കണം, ഡിസ്ട്രിബ്യൂട്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. വേറെ വഴികളൊന്നുമില്ല. വീട്ടിലുള്ളവരോട് ഇനി ചോദിക്കാനോ വിൽക്കാനോ ഒന്നുമില്ല. നേരെ പോയി ബ്ലൈഡിൽ നിന്നും ഫണ്ട് എടുക്കും. ഒരു 5000 രൂപ ഡെയിലി കൊടുത്താൽ മതി. 1 ലക്ഷം രൂപ കിട്ടും. 1 ലക്ഷം രൂപ നേരെ പോയി എടുക്കും. എല്ലാ ദിവസവും 5000 രൂപ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ അവർക്ക് കിട്ടുന്ന ലാഭം മുഴുവനും ഈ ചിട്ടി എന്ന് പറഞ്ഞ് ക്യാഷ് കളക്ഷന് വേണ്ടി വരുന്ന ബ്ലൈഡുകാർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അവർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ നമുക്ക് പേയ്മെൻറ്റ് നെക്സ്റ്റ് വീക്കിലേക്ക് പൈസ തരാട്ടോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റും. പക്ഷേ പൈസ കടം വാങ്ങിച്ചിരിക്കുന്ന വ്യക്തികൾ വന്ന് ചീട്ട് എഴുതി കൊടുക്കുമ്പോൾ അവർക്ക് 5000-ഓ 10,000-ഓ ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ എടുത്തു കൊടുക്കേണ്ടി വരും. ഹോം ലോണോ ഓവർ ഡ്രാഫ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയിലാകും. എല്ലാവർക്കും സാധിച്ചില്ലെങ്കിൽ പോലും സ്വന്തമായ ഒരു പ്രമിസസിലാണ് നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നോ ഒരു കമ്പനിയിൽ നിന്നോ കൂടുതലായിട്ട് ക്രെഡിറ്റ് വാങ്ങിക്കരുത്. 15 ദിവസത്തിൽ കൂടുതൽ ക്രെഡിറ്റ് ആ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തുനിന്നോ കമ്പനിയിൽ നിന്നോ വാങ്ങിക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് റെഡി ക്യാഷിന് തന്നെ വിൽക്കാൻ പറ്റും. കാരണം ഈ പ്രോഡക്റ്റ് ഞാൻ റെഡി ക്യാഷിനാണ് വാങ്ങിച്ചു വച്ചിരിക്കുന്നത്. ഇത് വിൽക്കേണ്ടതും റെഡി ക്യാഷിന് തന്നെയാണ്. അല്ലാത്ത കച്ചവടം വേണ്ട, ബിസിനസ് വേണ്ട, ഇവിടെ ഇരുന്നാൽ മതി, വിറ്റ് പോകുന്നത് പോയാൽ മതി. ഞാനൊരു കാര്യം റിയാലിറ്റി പറയട്ടെ. അങ്ങനെയുള്ള ഷോപ്പുകൾ ഇന്ന് കേരളത്തിൽ ചിലപ്പോൾ കുറവായിരിക്കും. എന്നാൽ ഒരു 20-25% ഷോപ്പുകൾ റെഡി പേയ്മെൻറ്റിൽ മാത്രം ബിസിനസ് ചെയ്യുന്ന ഷോപ്പുകളുണ്ട്. എനിക്കത് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. റെഡി പേയ്മെൻറ്റിൽ ചെയ്യുന്ന റീറ്റെയിലേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്. പൈസ റെഡി ആണെങ്കിൽ പ്രോഡക്റ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇല്ല. ആ റീറ്റെയിൽ ഷോപ്പുകാരൻ കമ്പനിയിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്നും റെഡി പേയ്മെൻറ്റിൽ തന്നെയാണ് പ്രോഡക്റ്റ് എടുക്കുന്നത് എന്നുള്ള റിയാലിറ്റി കൂടി നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. അങ്ങനെയുള്ളവർക്കാണ് റെഡി പേയ്മെൻറ്റിൽ ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് റെഡി പേയ്മെൻറ്റിൽ ബിസിനസ് എങ്ങനെ നടത്താൻ പറ്റും? ക്രെഡിറ്റ് കൊടുക്കാതെ സാധിക്കില്ല. വളരെ റിയാലിറ്റി ഉള്ള കാര്യമാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. റെഡി പേയ്മെൻറ്റ് അല്ലാതെ എങ്ങനെ കച്ചവടം നടത്താൻ പറ്റും? റെഡി പേയ്മെൻറ്റിൽ മാത്രം എങ്ങനെ കച്ചവടം നടത്താൻ പറ്റും? സാധിക്കില്ല. ഇന്നത്തെ ബിസിനസ് സാഹചര്യം അനുസരിച്ച്, കേരളത്തിൻ്റെ ബിസിനസ് സാഹചര്യം അനുസരിച്ച് 30 ദിവസമോ 60 ദിവസമോ ചിലപ്പോൾ 90 ദിവസം വരെ ക്രെഡിറ്റ് പീരീഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കണ്ടീഷൻ നമ്പർ 1, അവർക്ക് റെൻറ്റ് കൊടുക്കണ്ട, സ്വന്തം വീടിനോട് ചേർന്നുള്ള ഷോപ്പാണ്. ഇലക്ട്രിസിറ്റി അധികം വരുന്നില്ല, വേറെ എക്സ്പെൻസുകൾ വരുന്നില്ല. ആ ഷോപ്പിൽ കുറേ പ്രോഡക്റ്റ് എടുത്ത് വയ്ക്കുന്നു, അത് റെഡി പേയ്മെൻറ്റിൽ വിൽക്കുന്നു. അതിൻ്റെ ലാഭം കൊണ്ട് പുതിയ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ പുതിയ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് മേളിലേക്കൊരു നില പണിയണമെന്ന് തോന്നുന്നു. അതിന് ലാഭകരമായി റീറ്റെയിൽ ഷോപ്പ് പോകുന്നു, മുകളിലേക്ക് പണിയുന്നു. അവിടെ റെൻറ്റ് കൊടുക്കേണ്ട, വേറെ എക്സ്പെൻസ് ഇല്ല. വീട്ടിലുള്ള ഫാമിലി ബിസിനസ് പോലെ വീട്ടിലുള്ള വൈഫ്, മക്കൾ എല്ലാവരും സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ ആ ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ പറ്റും. അത് റെഡി പേയ്മെൻറ്റിൽ തന്നെ ഡീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്ട്രാറ്റജി
എല്ലാവർക്കും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കില്ല. സാധാരണ ഒരു റീറ്റെയിൽ ഷോപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും കുറച്ച് ബിസിനസ് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷേ ഈ 20% വരുന്ന ഇത്തരം വ്യക്തികൾ വളരെ ഭംഗിയായിട്ട് തന്നെ ബിസിനസ് നടത്തുന്നുണ്ട്. അവരെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ എ ക്ലാസ് ഷോപ്പുകൾ തന്നെയായിരിക്കാം. കാരണം അവിടെ കൊടുത്താൽ പേയ്മെൻറ്റ് പെട്ടെന്ന് കിട്ടും. അങ്ങനെയുള്ള റീറ്റെയിൽ ഷോപ്പുകളിൽ ബിസിനസ് നടത്താൻ ഒരു കമ്പനിക്കും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കും വളരെയധികം ഇൻട്രസ്റ്റും താല്പര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഏത് തരം ബിസിനസ്സുകൾ, എങ്ങനെ ബിസിനസ് ചെയ്യണം, 30 ദിവസം ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെ റീറ്റെയിൽ ബിസിനസ് ചെയ്യണോ, അല്ലെങ്കിൽ റെഡി പേയ്മെൻറ്റിലൂടെ ചെയ്യണോ, 60 ദിവസം ക്രെഡിറ്റ് കൊടുക്കുന്ന റീറ്റെയിൽ ബിസിനസ് നടത്തണോ, 90 ദിവസം ചെയ്യണോ, ഇത് ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. എങ്ങനെ എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റാത്ത കസ്റ്റമർ ആരൊക്കെയാണ്, അവർക്ക് ക്രെഡിറ്റ് കൊടുക്കരുത്, അവർ തിരിച്ച് തരാത്ത കസ്റ്റമർ ആരൊക്കെയാണ്, ആദ്യം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 2 പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് സാധിക്കുന്നതാണ്. അങ്ങനെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് നല്ല കസ്റ്റമറെ നമ്മുടെ ഷോപ്പിലേക്ക് കൂടുതൽ അടുപ്പിച്ച് നിർത്താനും ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് സാധിച്ചിരിക്കണം. ഇത് പവർ ഓഫ് റീറ്റെയിലറുടെ 52ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോണത്. ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം റീറ്റെയിലർ. ആ സിസ്റ്റം പേയ്മെൻറ്റിൻ്റെ സിസ്റ്റം ആയിരിക്കണം. എങ്ങനെ പേയ്മെൻറ്റ് വാങ്ങിക്കണം, അത് കൃത്യമായ സിസ്റ്റത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റണം. വളരെ ഓപ്പണായിട്ട് വരുന്ന കസ്റ്റമറുടെ അടുത്ത് പറയാൻ പറ്റണം, ഇത് ക്രെഡിറ്റ് ഇവിടെ ഇല്ല എന്ന് മുഖത്ത് നോക്കി, കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ പറ്റണം. ഞാൻ ഒരു 30 ദിവസം ക്രെഡിറ്റ് തരാം, അതിന് മുമ്പായിട്ട് എനിക്ക് പോസ്റ്റായിട്ട് ചെക്ക് തരണം, ഈ ചെക്ക് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ നെഫ്റ്റ് ചെയ്യണം. കൃത്യമായി സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു സിസ്റ്റത്തിലൂടെ തന്നെ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ പോയില്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെ ക്രെഡിറ്റിന് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോയിട്ട് എങ്ങനെയൊക്കെ കൊടുക്കാതിരിക്കാം എന്നതിനെക്കുറിച്ചിട്ടാണ് കസ്റ്റമർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ്.